കെടാവർ നായ്കളെ കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് മുണ്ടത്തിക്കോട് പാടത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ജലാശയങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നു. ജോയ് തുടരുന്നുണ്ട്. ജോയ്, കെടാവർ നായകൾ കൂടി ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. പരിശോധന രാവിലെ തന്നെ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്താണ്? ഗൗതം, കെടാവർ ഡോഗുകളുടെ സംഘത്തിൻ്റെ ആദ്യ ഡോഗുമായിട്ട് അതിൻ്റെ സംഘം എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള കേനൈൻ സ്ക്വാഡിൽ നിന്നുള്ള ഡോഗിനെയാണ് ഇപ്പോൾ നിലവിൽ ആദ്യം എത്തിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള 2 ഡോഗ് സ്ക്വാഡുകൾ കൂടി ഇത്തരത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. അതും കൂടി വന്നതിന് ശേഷം നിലവിൽ ഡോഗ് സ്ക്വാഡ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരിശോധനകൾ ഉടനെ ആരംഭിക്കും. പിന്നെ മറ്റ് ഡോഗ് സ്ക്വാഡുകൾ കൂടി സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാടശേഖരം മൊത്തം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വലിയൊരു പാടശേഖരത്തിന് നടുക്കാണ് ഇത്തരത്തിൽ ഈ വെടിക്കെട്ടുകോപ്പ് നിർമ്മാണം നടന്നിരുന്നത്. അപ്പോൾ ആ സ്ഫോടനത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് പ്രധാനമായും ഡോഗ് സ്ക്വാഡുകളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്കറിയാം, ഇന്നലെ ഏറെ വൈകിട്ട് വരെ രാത്രി നീണ്ടുവരെ ഈ പരിശോധനകൾ ഈ പ്രദേശത്ത് നടന്നിരുന്നു. അതിനുശേഷം വെളിച്ചക്കുറവ് ഒരു തിരിച്ചടിയായത് മൂലം താൽക്കാലികമായി ഈ പരിശോധനകൾ അവസാനിച്ചു. അതിനുശേഷം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് എത്തിയപ്പോൾ ഇനി വരും മണിക്കൂർ തന്നെ മറ്റ് 2 ഡോഗുകളൂടെ എത്തും. അതിനുശേഷം ഡ്രോണും റോബോട്ടും ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഈ പാടശേഖരത്ത് തന്നെ നടത്തും. അത് എന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിയോട് കൂടി ഒരു യോഗം, അതായത് ഈ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ വേണം അടുത്ത നടപടിക്രമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിന് വിലയിരുത്താനായിട്ട് സാഹചര്യം വിലയിരുത്തി ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള യോഗവും വരും മണിക്കൂറിൽ ഉണ്ടാകും. അപ്പോൾ നിലവിൽ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധന വരും മണിക്കൂറിലുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഡ്രോണുകളായാലും ഡ്രോൺ പരിശോധനയ്ക്കുള്ള ആവശ്യമായ ഡ്രോണുകളും നിലവിൽ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനയും ഉടൻ തന്നെ ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇനി പോലീസിൻ്റെ മറ്റ് സേനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അപകടത്തിൻ്റെ ഞെട്ടലിലാണ് ഈ നാടും അതുപോലെ തന്നെ കേരളമാകെ. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി വ്യക്തമാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ ഇന്നും പുരോഗമിക്കുകയാണ്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ പ്രകാരം നമുക്കറിയാം, കൃത്യമായ വിവരങ്ങൾ പ്രകാരം 13 പേരാണ് മരണപ്പെട്ടിരുന്നത്. ഇതിൽ 4 പേര് തിരിച്ചറിഞ്ഞു. അവരുടെ മൃതദേഹങ്ങളിലൊക്കെ 2 പേർ മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ബാക്കി ഒക്കെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ പരിശോധനകളിൽ ബാക്കി നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നും വരും മണിക്കൂറിലായാലും കൂടുതൽ സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തും. അതിനുശേഷം കൃത്യമായ പരിശോധനയിലൂടെ വേറെ മറ്റ് ആർക്കെങ്കിലും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ സേനാംഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പ്രവർത്തിച്ചിരുന്ന ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇത്തരത്തിൽ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക.